എന്താണ് നീ പറയുന്നത്? എന്ന് വെച്ചാൽ മനുഷ്യരുടെ ഇടയിലും പുഴയുടെ തീരത്തും ഈ കിണറിന്റെ കരയിലും ഞാൻ പൂർണ്ണതയുള്ള ഒരാളെ തേടിയിരുന്നു. കുറവുകളുള്ള നമ്മളെയും പൂർണ്ണതയുള്ളവരാക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കർത്താവായ രക്ഷകനെ, എന്നെ രക്ഷിക്കണേ. മിശിഹായേ, എനിക്ക് കാഴ്ച തരണേ. ജന്മനാ അന്ധനായ നിങ്ങൾക്ക് എങ്ങനെ കാഴ്ച കിട്ടും? ആര് കാഴ്ച തരും? നസ്രീനായ യേശു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുകയും അന്ധനെ കാഴ്ച നൽകുകയും ചെയ്യുന്നു എന്ന് കേട്ടു ഞാൻ അവനെ തേടി പോവുകയാണ്. നടന്നത് തന്നെ. നിങ്ങളെ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചതാകും. ഫാത്തിമ, അങ്ങനെ പറയരുത്. അങ്ങനെ ഒരാൾ ഉണ്ടാകും. എല്ലാ കുറവുകളും മാറ്റുന്ന ഒരാൾ. ഞാൻ അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവൻ എനിക്ക് കാഴ്ചശക്തി തരും. എനിക്കൊന്നും പറയാനില്ല. ഞാൻ പോകുന്നു. വീട്ടിൽ കുട്ടികൾ തനിച്ചേ ഉള്ളൂ. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. നാരി, ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ നൽകും നിത്യജലം നീ വിശ്വാസമേയെന്നു കുടിച്ചാൽ നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. ആ ദിവ്യജലം നാഥാ നൽകേണം എനിക്കൊരു പാത്രം. വീണ്ടും ഞാൻ വെള്ളം കോരാൻ പോരണ്ടല്ലോ. വീണ്ടും ഞാൻ വെള്ളം കോരാൻ പോരണ്ടല്ലോ. സ്ത്രീയെ, നീ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. ഗുരു, എനിക്ക് ഭർത്താവില്ല. നീ ഭർത്താവില്ല എന്ന് പറഞ്ഞത് നേര് തന്നെ. എന്നാൽ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ കൂടെയുള്ളയാൾ നിന്റെ ഭർത്താവുമല്ല. ഗുരു, നീ ഇത് എങ്ങനെ മനസ്സിലാക്കി? നീ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ജീവന്റെ ജലം നൽകുമെന്ന് പറഞ്ഞില്ലേ? ഫാത്തിമ, ജോസഫ്, എലീഷ, സാറ, എല്ലാവരും വരുവിൻ. ഇതാ കനിവിന്റെ നാഥൻ. ഫാത്തിമ, ഞാൻ പറഞ്ഞില്ലേ എല്ലാ കുറവുകളും മാറ്റുന്ന ഒരാൾ ഉണ്ടാകുമെന്ന്. യേശു നമ്മുടെ കുറവുകൾ അറിയുന്നവൻ, നമ്മുടെ ഉള്ളറിയുന്നവൻ.
അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിയാൻ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല. അവിടുത്തെ വചനങ്ങൾ വിചാരിയർക്കും ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സുവാർത്തയാണ്. നസ്രേനായ യേശുവേ, രക്ഷിക്കണമേ, എനിക്ക് കാഴ്ച തരണമേ. എനിക്കിതാ കാണാം, നിങ്ങളെ എല്ലാവരെയും കാണാൻ രക്ഷകൻ എനിക്ക് കാഴ്ച തന്നിരിക്കുന്നു. പ്രിയമുള്ള ദൈവത്തിൻ്റെ വചനം ലോകത്ത് എല്ലാവർക്കും എക്കാലത്തേക്കുമുള്ള സുവാർത്തയാണ്.